അയാളുടെ അറിവോട് കൂടിയാണെന്നും ഞാൻ അത് പറഞ്ഞിട്ടാണ് മോഹൻലാൽ വഴിപാട് നടത്തിയതെന്നും മമ്മൂട്ടി പറയുന്ന പക്ഷം അത് വിമർശനാത്മകമാണ്, അത് പ്രതിഷേധാർഹമാണ്. മതപരമായ വിധിപ്രകാരം അതിന് പരിഹാരം കാണേണ്ടതാണ്. ദൈവവും മതങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതൊരിക്കലും ദൈവമല്ല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യനാണ് മതങ്ങളെയും ദൈവത്തെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നു ലാലേട്ട, ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇന്ന് ഡോക്ടർക്ക് ചെയ്യാൻ പറ്റാത്തതാണോ എവിടെ ഇരിക്കുന്ന ദൈവം പറഞ്ഞ ആൾ ചെയ്യണത്? അങ്ങനെയാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടല്ലോ, ദൈവത്തിനെ നടക്കൊണ്ടിരിക്കുക പോരായിരുന്നു. മനുഷ്യനെ കാണാത്ത ഏത് മതത്തിൻ്റെ ദൈവമാണെങ്കിലും അതൊക്കെ ഒരു ദൈവമാണോ? അതിപ്പോൾ യഹോവയാണെങ്കിലും ശരി, ഗുരുവായൂരപ്പനും ശരി, അള്ളാഹുവാണെങ്കിലും ശരി. ശാസ്ത്രം ഇത്രയൊക്കെ വളർന്നിട്ടും ഇപ്പോഴും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ടത്തരമല്ലേ? ശരിക്കും എന്താണ് ദൈവം? ആരാണ് ദൈവം? ദൈവം ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രം. കുറേ ആൾക്കാർക്ക് കാശുണ്ടാക്കാനുള്ള ഒരു ബിസിനസ് മാത്രമാണ് ദൈവം. പിന്നെ കുറേ ആൾക്കാർക്ക് വർഗീയത പരത്താനുള്ള ടൂള് മാത്രമാണ് ദൈവം. പിന്നെ കുറേ ആൾക്കാർക്ക് മതഭ്രാന്ത് വളർത്താനുള്ള ടൂളാണ് ദൈവം. അങ്ങനെ ദൈവത്തിൻ്റെ പേരിൽ കുറേ പേര് കാശുണ്ടാക്കിയും കുറേ പേര് മതഭ്രാന്ത് വളർത്തിയും വർഗീയത പരത്തിയും കൊന്നും കൊലവിളിച്ച് നടക്കുന്നത് മാത്രമാണ് ദൈവം. അല്ലാതെ വേറെ ദൈവമൊന്നും ഇല്ല ഈ ലോകത്ത്. ഇനി ദൈവമുണ്ടെന്ന് വാദിക്കുന്നവരോട്, ഇത്രനാൾ നമ്മൾ അറിഞ്ഞതൊക്കെയാണ് ദൈവമെങ്കിൽ, ആ ദൈവങ്ങളൊക്കെ സത്യമാണെങ്കിൽ ആ ദൈവം ക്രൂരനാണ്, സാഡിസ്റ്റാണ്, പുകഴ്ത്തലുകൾ ഇഷ്ടപ്പെടുന്ന പ്രാഞ്ചിയേട്ടനാണ്, കൈക്കൂലിക്കാരനാണ്, തന്നെ സംരക്ഷിക്കാൻ കഴിവില്ലാതെ താൻ തന്നെ സൃഷ്ടിച്ച മനുഷ്യന്മാരുടെ സഹായം തേടുന്ന വെറും ഒരു നിസ്സഹായനാണ്. താൻ സൃഷ്ടിച്ചെന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ഒന്നും അറിയില്ല, മനുഷ്യൻ്റെ ആവശ്യങ്ങളൊന്നും അറിയാത്ത ഒരു ആളാണ് ദൈവം. അതുകൂടാതെ കൊട്ടേഷനും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ശത്രു സംഹാര പൂജ? ദൈവം ക്രൂരനാണ് എന്നതിനുള്ള ഉദാഹരണം ലേറ്റസ്റ്റാണ് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം. അവിടെ നടക്കുന്ന രണ്ട് മതക്കാർ തമ്മിലുള്ള പ്രശ്നമാണ്. ഒന്ന് ജൂതമതവും ഒന്ന് ഇസ്ലാം മതവും. ജൂതമതത്തിലെ 2000-ലധികം ആൾക്കാർ മരിച്ചു, ഇസ്ലാം മതത്തിലെ 10-60-ലധികം ആൾക്കാർ മരിച്ചു. ഇതിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഉണ്ട്. നിങ്ങളുടെ തിയറി പ്രകാരം ഇതെല്ലാം തോന്നിപ്പിക്കുന്ന ദൈവമല്ലേ? അപ്പോൾ ഇതെല്ലാം തോന്നിപ്പിക്കുന്ന ദൈവം ഒരു ക്രൂരനല്ലേ? ഇതെല്ലാം പൊട്ടെ. ഒരു യുദ്ധമില്ലാതെ തന്നെ കാണാൻ വന്ന, തന്നെ തൊഴുതാൻ വന്ന ആൾക്കാരെ തന്നെ കൊന്ന ചരിത്രം ദൈവത്തിനുണ്ട്. അതായത് നിങ്ങൾ പറയുന്ന ഈ 3 ദൈവത്തിൻ്റെ സംഭവത്തിൽ നടന്നിട്ടുണ്ട്. ശബരിമലയിൽ, കേദാർനാഥിൽ, മക്കയിൽ, ക്രിസ്ത്യൻ പള്ളിയിൽ എല്ലാവിടെയും നടന്നിട്ടുണ്ട്. എല്ലാ ദൈവങ്ങളും ക്രൂരന്മാരും തന്നെ. സ്വന്നെ കാണാൻ വന്നവർ തന്നെ കൊല്ലുന്ന ദൈവമല്ലേ? ഇനി സാഡിസ്റ്റിന് ഉദാഹരണം, മനുഷ്യന്മാർക്ക് സങ്കടങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കി കൊടുക്കുക. എന്നാലേ എന്നെ എല്ലാവരും പൂജിക്കുകയുള്ളൂ, എന്നെ എല്ലാവരും പ്രാർത്ഥിക്കുകയുള്ളൂ, എന്നെ എല്ലാവരും സ്മരിക്കുകയുള്ളൂ. അങ്ങനെ വിചാരിച്ചിട്ട് ദൈവങ്ങൾ മനുഷ്യന്മാർക്ക് സങ്കടങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ തന്നെ സംരക്ഷിക്കാൻ കഴിവില്ലാതെ മനുഷ്യന്മാരുടെ സഹായം തേടുന്നതിനുള്ള ഉദാഹരണം, ഹിന്ദു ദൈവത്തെ സംരക്ഷിക്കാനും ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചു പറയാനും എത്രയെത്ര സന്യാസിമാരാണ്, എത്രയെത്ര സംഘടനകളാണ്, എത്രയെത്ര പൂജാരിമാരാണ്. അതുപോലെ ക്രിസ്ത്യൻ ദൈവത്തെ സംരക്ഷിക്കാനും ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചു പറയാനും എത്രയെത്ര പാസ്റ്റർമാരാണ്, എത്രയെത്ര സഭകളാണുള്ളത്. അതേപോലെ ഇസ്ലാം മതത്തിലെ ദൈവത്തിനെ സംരക്ഷിക്കാനും ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചു വരാനും എത്രയെത്ര ഉസ്താദുമാരാണ്, എത്രയെത്ര സംഘടനകളാണ്, എത്രയെത്ര രാജ്യങ്ങളാണ്, എത്രയെത്ര ഗ്രൂപ്പുകളാണുള്ളത്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ, ദൈവമാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നതെങ്കിൽ, ദൈവമാണ് മനുഷ്യന് ബുദ്ധി തന്നതെങ്കിൽ ആ ദൈവത്തിന് ആ ബുദ്ധിയുടെ കൂടെ തൻ്റെ മഹത്വം ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അറിയില്ലേ? ഇങ്ങനെ പൂജാരിമാരുടെയോ പാസ്റ്റർമാരുടെയോ ഉസ്താദുമാരുടെയോ സംഘടനകളുടെയോ വല്ല ആവശ്യമുണ്ടോ? ചിന്തിക്കൂ, ശാസ്ത്രത്തിൽ വിശ്വസിക്കൂ, മനുഷ്യനായി ജീവിക്കൂ, നന്മ ചെയ്യൂ. നന്മയാണ് ദൈവം. മനുഷ്യൻ സൃഷ്ടിച്ച ഉടായ്പ ദൈവത്തിനെയും മതങ്ങളിലേക്ക് എടുത്ത് ദൂരെ വലിച്ചെറിയൂ. നന്മ ചെയ്യൂ, നന്മയാണ് ദൈവം. വർഗീയതയും മതഭ്രാന്തവും ഒഴിവാക്കൂ, മനുഷ്യനായി ജീവിക്കൂ. ഇപ്പോൾ ഉള്ള എല്ലാ ദൈവങ്ങളും മതങ്ങളും എല്ലാം ഉടായ്പാണ്. മനുഷ്യൻ പണത്തിനും മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയ മതങ്ങളും ദൈവങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. നന്മ ചെയ്യുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക, മനുഷ്യനായി ജീവിക്കൂ. നന്മയാണ് ദൈവം.